You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I want to touch. Never knew that it can mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past our satellite. You can see the world you brought to life, to life. So love me like you do, love me like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find. Only you can set my heart on fire, on fire. I'll let you set the pace, 'cause I'm not thinking straight. My head is spinning round, I can't see clear no more. What are you waiting for? So love me like you do, love me like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? So love me like you do, love me like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? Let you set the pace, 'cause I'm not thinking straight. മാറായൻ ഭവനത്തിൻ്റെ വലിയൊരു സന്തോഷത്തിലേക്ക് നാം എല്ലാവരും കൂടെ പ്രവേശിച്ചിരിക്കുകയാണ്. ഏറെ അനുഗ്രഹങ്ങളുടെ ദൈവാനുഭവത്തിൻ്റെ ഒരവസരമാവട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ദിവ്യൻ നാളെ വിവാഹമെന്ന ഉദാശയിലൂടെ അനിലിനെ തൻ്റെ സ്വന്തമായി സ്വീകരിക്കുകയും ജീവിത പങ്കാളിയായി കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്വന്തമാക്കുമ്പോൾ ദൈവിക പദ്ധതിയോടൊന്നും സഹകരിക്കാൻ ദൈവേഷ്ടത്തോടൊന്നും ചേർന്നെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുക. കാനായിലെ കല്യാണ വിരുന്നിന് 2018 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം നടന്നു. അവിടെ വീഡിയോയോ ഫോട്ടോഗ്രാഫേഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിലൊക്കെ പച്ചകിടാതെ നിൽക്കുന്ന ഒരു കല്യാണമുണ്ടത്. എന്തുകൊണ്ടാണ് അതങ്ങനെ? അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു, സ്നേഹന്മാരുണ്ടായിരുന്നു. അമ്മയുടെയും വിശുദ്ധരുടെയും ഒക്കെ മാധ്യസ്ഥമുള്ള സ്ഥലങ്ങളിൽ, ദൈവാനുഭവമുള്ള ഇടങ്ങളിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിലൊക്കെ എന്നും നന്മയുടെ നല്ല ഓർമ്മകളുണ്ടാവും. ഇന്നും നമുക്കൊക്കെ എന്നും ധ്യാനിക്കാൻ, എത്രയോ തലമുറകളായിട്ട് ധ്യാനിക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണ് ഈ കാനായിലെ കല്യാണ വിരുന്നും ആ വിവാഹ വീടുമൊക്കെ. ഇന്ന് നമ്മൾ ഈ ഭവനത്തിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ദൈവാനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നിന്നും പച്ചകിടാതെ നിൽക്കുന്ന ഒരു ഓർമ്മയുണ്ടാവണം, ദൈവാനുഭവത്തിൻ്റെ ഓർമ്മ. ഈ വിവാഹാഘോഷങ്ങളിൽ ദൈവം ഈശോയുടെ സാന്നിധ്യമുണ്ടാകണം. പരിശുദ്ധ അമ്മയുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും ഇടവയുടെ മധ്യസ്ഥനായ വിശുദ്ധ പത്താമ്യൂസിൻ്റെയും ഒപ്പം തന്നെ ദിവ്യൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗിയോർഗീസിൻ്റെ ഒക്കെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് നമ്മൾ യാചിക്കുകയാണ്. നമ്മുടെ ഒരു പാരമ്പര്യമനുസരിച്ച് പണ്ട് തൊട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമാണ് വിവാഹത്തോടനുബന്ധിച്ച് വരനും വധുവിനുമൊക്കെ മധുരം കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നാളെ മുതൽ, ഇന്ന് മുതൽ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ദിവ്യൻ്റെ സംസാരം, ദിവ്യൻ്റെ പെരുമാറ്റം, ദിവ്യൻ്റെ എല്ലാ ചെയ്തികളും മധുരം നിറഞ്ഞതാകണം. പ്രത്യേകിച്ച് അനുജമായിട്ടുള്ള ജീവിതത്തിൽ മധുരതരമായ സംസാരവും മധുരതരമായ പെരുമാറ്റവും അധികമായ ജീവിത രീതികളായിരിക്കണമെന്ന് നമ്മൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഈ മകന് വേണ്ടിയിട്ട്. അതിന് കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ഇന്ന് വിശുദ്ധഗ്രന്ഥത്തിൽ നമ്മൾ ചില വായിച്ചു കേൾക്കും. ദൈവപരിപാലനയിൽ ആശ്രയം വയ്ക്കുക എന്നാണ് കടശേഷം 12-ാം അധ്യായം 22 മുതലുള്ള വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയം വയ്ക്കുക. ആകാശത്തിൻ്റെ പറവുകളെയും വയലിലെ ലില്ലികളെയും ഒക്കെ അണിയിച്ചെടുക്കുന്ന തമ്പുരാൻ്റെ ആ പരിപാലനയിൽ നിന്ന് നമുക്ക് ആശ്രയമുണ്ടാവണം. നമ്മുടെ തലയിലെ ഒരു മുടി വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചും നമ്മൾ ആകുലരാകരുത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു എന്നാണ് റോമാക്കാരുടെ ലേഖനത്തിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ജീവിതത്തിൽ എന്നും നന്മയായിട്ട് എല്ലാ കാര്യങ്ങളും പരിണമിപ്പിക്കുന്ന ഒരു തമ്പുരാനിലാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ഇന്നും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ഇന്നും തമ്പുരാനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയാണ് ഈ മകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് നാളത്തെ നമ്മുടെ ആഘോഷങ്ങൾ നമുക്ക് ഉദയമായിട്ട് സമർപ്പിക്കാം. അനിലിൻ്റെ വീട്ടിലുള്ളവരെയും അവരുടെ വിവാഹം, അവിടുത്തെ ഭവനത്തിൻ്റെ ആഘോഷങ്ങളുണ്ട്, അവരുടെ യാത്രകളുണ്ട്, നമ്മുടെ വിവാഹ വിരുന്നിനെ സംബന്ധിക്കാൻ വരുന്ന യാത്രകളുണ്ട്. എല്ലായിടത്തും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ദൈവത്തിൻ്റെ വലിയ കടാക്ഷവും പരിപാലനമുള്ള സ്ഥലങ്ങളിലാണ് നമുക്കെല്ലാം നന്മയായിട്ട് മാറ്റുക. തമ്പുരാനോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ ഒന്നുമില്ലായ്മയും നമ്മുടെ പോരായ്മകളും നമ്മുടെ നിസ്സാരത നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോഴാണ് കർത്താവിൻ്റെ അനുഗ്രഹം അവിടെ നിറയുക. നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് പ്രത്യേകമായിട്ട് അനിലിൻ്റെയും ദിവിൻ്റെയും ജീവിതം ഏറ്റവും സന്തോഷം നിറഞ്ഞതാകട്ടെ, തിരുക്കുടുംബ സദൃശമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തിരുക്കുടുംബത്തിൻ്റെ തലവനായ യോസേഫിനെ കുറിച്ച് നാം ധ്യാനിക്കാൻ നമുക്കറിയാം. പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളിലും തൻ്റെ കുടുംബത്തോട് ചേർന്ന് നിന്നവനാണ് യോസേഫ്. അതുപോലെ ദിവിനും തൻ്റെ ഭാര്യയായ അനിലിനോടും തൻ്റെ കുഞ്ഞുങ്ങളോടും ദൈവം നൽകുന്ന മക്കളോടൊക്കെ എന്നും ചേർന്ന് നിൽക്കാൻ ദൈവഹിതമനുസരിച്ച് എന്നും ജീവിക്കാനുള്ള ഒരു കൃപ. അങ്ങനെ ഈ കുടുംബം തിരുക്കുടുംബമാകാൻ മാതാപിതാക്കളെ സ്നേഹിച്ച് സഹോദരങ്ങളെ സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്യുന്ന നല്ല ഒരു കുടുംബമായിട്ട് മാറാനുള്ള കവിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഇതിനൊക്കെ ഏറ്റവും ഭക്തിയോടെ പങ്കെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ദിവിനെ ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദിവിൻ്റെയും അനിലിൻ്റെയും ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ, കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ, ഞങ്ങളിൽ നിൻ സുവിശേഷം ഭൂകിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം ഭൂകിരണം ചൊരിയട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. സമാധാനം നിങ്ങളോട് കൂടെ. പരിശുദ്ധ സുവിശേഷം. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും
ശരീരം വസ്ത്രത്തിനേക്കാളും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായി ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അത്രയധികം അണിയിക്കുകയില്ല. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്രാവുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്കും ലഭിക്കും. ചെറിയ ജഗണമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതർ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ഈ വചനം നൽകുന്ന ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്നുള്ള ആ വലിയ സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ജീവിതത്തിലെന്നും ദൈവപരിപാലനയിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ദിവ്യനും അനിലിനും എൻ്റെ കുടുംബത്തിനും ലഭിക്കാൻ നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. വിവാഹത്തിനൊരുക്കമായി ഞങ്ങളെ പ്രിയപ്പെട്ട ദിവ്യൻ അനുഭവിക്കാൻ പോകുന്ന ഈ മധുരപൂജ്യത്തെ ദയാപൂർവം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ദിവ്യന്റെയും അനിലിന്റെയും കുടുംബജീവിതം എന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. ഇവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്ന് അനുഭവിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഒന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. വിവാഹത്തിനൊരുക്കമായി അങ്ങയുടെ നാമത്തിൽ മധുരപൂജ്യം അനുഭവിക്കുന്ന ഈ ദാസിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മലിന്റെയും ദാമ്പത്യ ജീവിതം പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അന്ത്യം വരെ പുലരുവാൻ ഇടവസരമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ സ്നേഹമാതിലും ആസ്വദിച്ച് ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മംഗളകർമ്മ സമയത്ത് ഞങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ ചടങ്ങിൽ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നവർ, പ്രാർത്ഥന വഴി സഹായിക്കുന്നവർ, പ്രാർത്ഥന വഴി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നവർ, സാന്നിധ്യം വഴി ഞങ്ങളുടെ കൂടെ എപ്പോഴുള്ളവർ എല്ലാവരും നന്മകൾ കൊണ്ടും നിറയ്ക്കണമെന്നും ഞങ്ങളുടെ ഇടവയുടെയും ഈ അയൽവക്കത്തിൻ്റെയും അയൽവക്കങ്ങളുടെയും ഈ നാടിൻ്റെയും ഒക്കെ കൂട്ടായ്മയ്ക്ക് ഈ വിവാഹ വിരുന്ന് ഇടവരുത്തണമെന്നും ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഏറ്റവും അനുഗ്രഹപ്രദമാക്കണമെന്നും സന്തോഷപ്രദമാക്കണമെന്നും ഇതിൽ സംബന്ധിക്കാൻ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുന്നവരെയും അതിൻ്റെ വീട്ടുകാരെയും അവരുടെ യാത്രയും ഒക്കെ അങ്ങയുടെ പരിപാലനം സംരക്ഷിക്കണമെന്നും ഈശോയെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രത്യേകിച്ച് ദിവ്യനെയും മരുന്നെയും അവരുടെ കുടുംബജീവിതവും ഒക്കെ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എളിമയോടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തോമാസിയായുടെയും അതുപോലെ തന്നെ ദിവ്യൻ്റെ സ്വർഗീയ മധ്യസ്ഥാപിക്കുക ഒരു കേസിൻ്റെയും ഒക്കെ മാധ്യസ്ഥമത്തെ നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ തോമാശ്ലീഹായെ, ഇതിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസേയും, ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ പത്താംബിയൂസേയും, ഞങ്ങളുടെ യൂണിറ്റിന്റെ മധ്യസ്ഥ വിശുദ്ധ തെരേസ്യായെയും, സകല വിശുദ്ധരെ സ്വർഗീയ മധ്യസ്ഥരെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. മറിയമേ നിന്നെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ, മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭഗവതിഹീനരെ നിത്യവും കാത്തിടാൻ കേൾപ്പേഴും താങ്ങായി നിന്നെ നിൻപുത്രരേൽപ്പിച്ചു ഭാരമതേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. നിത്യസഹായം നീ എന്നുള്ള ബോധമേ ഞങ്ങളിലാഴമായി വളരുവാൻ നല്ലൊരു വരമെന്നു നൽകണേ. നിന്മക്കൾ കേഴുന്നിതാ. നമുക്ക് പ്രാർത്ഥിക്കാം. ദാമ്പത്യ ജീവിതനായ മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായ സൃഷ്ടി ദൈവമേ, അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണമേ. ഇവന്റെയും അനിലിന്റെയും ദാമ്പത്യ ജീവിതം എന്നുമെന്നും അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മധുരമാക്കിയും സഹനങ്ങളെ സുഹൃത്തുക്കളാക്കി മാറ്റാനുള്ള കഴിവ് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ. Faster than a shooting star, baby, you stole my heart, and I'll never want it back. I never thought it'd be like this, so surprised by your kiss. I didn't have time to react. Living in love feels so dangerous. When you're lost, lost, lost in love, you never wanna find your way out. When you're lost, lost, lost in love, you never wanna be far
Ever felt so close, but yet you're so far away? Ever went down the wrong road? Well, if I got to go back, there's only one way, is if you're coming with me. I'm waiting for you. I've been standing here with my arms out wide, but you just keep on passing me by. I could change your life forever if you would just give me the time. Baby, love is staring right at you, but to you I'm invisible. I can make your heart feel brand new. Do you even notice me at all? It's like I'm invisible. Everyone's heart is broken, baby, nowadays. Cold shoulder, you're frozen, 0 degree. And all of your love was stolen. I can't replace everything that's missing if you let me in. I've been standing here with my arms out wide, but you just keep on passing me by. I could change your life forever if you would just give me the time. Baby, love is staring right at you, but to you I'm invisible. I can make your heart feel brand new. Do you even notice me at all? It's like I'm invisible. I was young, lost, stupid, didn't know what I was doing wrong. Just eat, sleep, feeling free, then I'd party all night long. But I would never get too worried about the little things in life. I knew I won the lottery, 'cause baby, can't you see? Just thinking about you as I sing this song, 'cause when you're around, I can do no wrong. And I'm never too sharp, never flat, girl, imagine that you always know how to bring me right back when my pitch is off. You make it alright when it's all so wrong. On my own tune. Now I found my way, girl, ever since you came along. As I listen to the radio, bump into our catchy song. You need more than a Grammy and all the money in the world. Every time that I drift off key, girl, continue to sing. Just thinking about you as I sing this song, 'cause when you're around, I can do no wrong. And I'm never too sharp, never flat, girl, imagine that you always know how to bring me right back when my pitch is off. You make it alright when it's all so wrong. On my own tune. Yeah, be my auto-tune. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർജ്ജലിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ദുഷ്ടാരോടെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. കാരുണ്യവാനും നല്ലവനുമായ ദൈവം എന്ന സന്നിധിയിൽ വിവാഹ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങളെ നിന്റെ സാന്നിധ്യത്താലും നിന്റെ കൃപയാലും അനുഗ്രഹിക്കണമേ. നിന്റെ സ്നേഹവും സാന്നിധ്യവും ഈ കുടുംബത്തിൽ നിറച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഈ കുടുംബത്തിൽ ഇന്ന് വിവാഹം നടക്കുമ്പോൾ ലിബിനെയും അനിലിനെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പുതിയ കുടുംബത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഈ മക്കളെ നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നിന്റെ കരങ്ങളിൽ ഈ കുടുംബത്തെ നീ താങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഇവരോടൊപ്പം എന്നും ഉണ്ടാകട്ടെ. അമ്മേ മാതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ഈ കുടുംബത്തിൽ നീ എന്നും നിന്റെ സാന്നിധ്യം എന്നും ഉള്ളതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഇന്നത്തെ ഈ കർമ്മങ്ങളിലെല്ലാം നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവിടെയുള്ള കുറവുകളെ കണ്ടെത്തി എല്ലാം നികത്തി നന്മയിൽ ഐശ്വര്യത്തിൽ ആ ഭവനത്തെ ആക്കിയതുപോലെ ഇന്ന് നടക്കുന്ന ഈ വിവാഹ വിരുന്നിലും നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾക്ക് പ്രത്യേകമായിട്ട് ഒരു നിമിഷം കണ്ണടച്ച് അപേക്ഷിക്കുക. ലിബിൻ്റെയും അനിലിൻ്റെയും കുടുംബജീവിതത്തിൽ എന്തെല്ലാം നന്മകളാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ദൈവമേ അനുഗ്രഹിക്കണമേ എന്നൊരു നിമിഷം കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ സാന്നിധ്യവും സഹായവും ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും ദയുള്ള മാതാവേ എന്ന ജപം നമുക്ക് ചൊല്ലാം. എത്രയും ദയുള്ള മാതാവേ, സഹായം കേട്ടില്ല എന്ന് ഓർക്കണമേ. ദയുള്ള മാതാവേ, വിശ്വാസം വേരപ്പെട്ട് ദയാധികതയെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ആദരിച്ച് മാതാവേ, നിന്റെ വീക്ഷിക്കാതെ ദയാപുറം കേട്ടണമേ. ആമേൻ. നമ്മുടെ കർത്താവീശ്വരയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Same way that you did about me yesterday. Promised you never leave me alone. The castles that we made were swept by the tide and washed away. And now the sunsets have all gone. Now time is moving faster than before, and now we can't even seem to find the shore. 'Cause baby, I know that you still love me, and baby, know that I love you too. So tell me, why can't we make it better? 'Cause all that I know is found in you. I'm missing your love, I'm missing your face. All of our past, don't let it erase. I know that you still feel the way I do, because I'm still in love with you. I wanted to move on. Unlike you, I'm not that
that strong. And now our day in the sun has set. We walked side by side, leaving footprints in the sand. Now only my footsteps remain when the tide rolls in. Now time is moving faster than before, and now we can't even seem to find the shore. 'Cause baby, I know that you still love me, and baby, know that I love you too. So tell me, why can't we make it better? 'Cause all that I know is found in you. I'm missing your love, I'm missing your face. All of our past, don't let it erase. I know that you still feel the way I do, because I'm still in love with you. If I had just one more life, if I had just one more day, you would be my whole world, be the only one I adore. And the next time I hold you close, I won't hesitate no more. 'Cause baby, this time we're gonna fly high, and I will never let. 'Cause baby, I know that you still love me, and baby, know that I love you too. So tell me, why can't we make it better? 'Cause all that I know is found in you. I'm missing your love, I'm missing your face. All of our past, don't let it erase. I know that you still feel the way I do, because I'm still in love. Baby, I know that you still love me, and baby, know that I love you too. So tell me, why can't we make it better? 'Cause all that I know is found in you. I'm missing your love, I'm missing your face. All of our past, don't let it erase. I know that you still feel the way I do, because I'm still in love with you. Loving you has never felt more right this night. Love is falling from the skies, with heaven in your eyes. I always knew it would come down to you and I. In this picture perfect love-filled moment, let's take our time. So tonight is ours, tomorrow isn't. We're stuck in between. I understand there's no hard feelings, even though I have to leave. But give me just one night where the world will go missing, when we're together with no distance from you and me. It's like the world's closing around us, and we're doing just fine. We're doing just fine, even baby. If it pulls us apart, 'cause we'll still be alright. We'll still be alright. I know we'll be together after two worlds collide. സമയത്തേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദയവായി ഇതിനും അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ദൈവത്തോട് എന്നും ചേർന്ന് നിൽക്കാൻ അനേക ഭക്തങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ആദരവോടും നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നതുമായ
പ്രത്യാശിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് പ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. സാറാത്തെ നാസാരത്തിൽ വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും കുഞ്ഞെയും കൈപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീകളുടെ ഹിതമാത്രമാണെങ്കിലും ജീവദായകമായ കവിക്ക് തുല്യ അവകാശിക്കുന്ന നിലയിൽ അവളുടെ ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ കഥയിൽ കാട്ടിക്കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, ഇന്നത്തെ ദിവസം ദിവ്യനും അനിലും അനിലിൻ്റെ കുടുംബത്തിനും ദിവ്യൻ്റെ കുടുംബത്തിനും തെക്കിനെയ്ത് ഭാവിയിൽപ്പെട്ടെല്ലാവർക്കും മറായിൽ ഭാവിയിൽപ്പെട്ടെല്ലാവർക്കും തിരുമുടക്കുന്ന ഇടവകയും അതുപോലെ തന്നെ ഈ ഒഴിപ്പാടുകളും ഒക്കെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ദൈവം കനിഞ്ഞ് നൽകിയ ഒരു ദിവസം കാരണം രണ്ട് കുടുംബത്തിലുള്ള ദിവ്യനും അതുപോലെ തന്നെ ആരെയും ഇന്ന് ദൈവത്തിനുണ്ടാകെ ഞങ്ങളിനി ഉപേക്ഷിച്ച് ജീവിക്കാനാണ് പോകുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ സുവിശേഷം നമ്മളോട് പറയുന്ന ഒത്തിരി കാര്യമുണ്ട്. ബൈബിള് നമ്മളോട് പറയുന്ന ഒത്തിരി കാര്യമുണ്ട്. ഈ ദിവസത്തില് കത്തോലിക്ക വിശ്വാസത്തില്
അടിയുറച്ച വിശ്വാസം വളരെ കുടുംബത്തിൽ വളർന്ന് നല്ല ഇടവകയിൽ ജീവിച്ച് നല്ല വിശ്വാസ ജീവിതത്തിൽ നന്മയിലും ദൈവത്തിന് മുമ്പിലായിരുന്നു ഇന്ന് ഞങ്ങളെ യോജിച്ച് ജീവിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതും വിശുദ്ധ ബൈബിളിനെ സാക്ഷിയാക്കി പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ബൈബിൾ എന്താണെന്ന് നമ്മളോട് പറയുന്നത് കേൾക്കേണ്ടത് നമ്മുടെ കടമ. ഈശോയുടെ സന്നിധിയിലെ സംശയമായ സദുക്കായരോട് നമ്മൾ വായിച്ചു. ഈശോ അവരോട് പറഞ്ഞതില്ല, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനങ്ങളോ ദൈവത്തിന്റെ ഹിതമോ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്ന ഭാഗമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ, കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ വിവാഹമോചനമൊക്കെ ഒത്തിരി നടക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളമൊക്കെ വരുമ്പോൾ തമ്പുരാൻ ഈ ദിവസത്തിൽ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില നന്മകളുണ്ട്. ഒന്നാമത്, എൻ്റെ കുടുംബജീവിതം ഭദ്രമാകണമെങ്കിൽ അത് ലിപിയിലും അനിലും മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതം ഭദ്രമാകണമെങ്കിൽ ഒന്നാമത് അറിയേണ്ടത് ദൈവത്തിന്റെ ഹിതം അറിയാൻ പറ്റണം. രണ്ടാമത് നമ്മൾ അറിയേണ്ടത് ദൈവത്തിന്റെ വചനങ്ങൾ എന്താണെന്ന്. വിശുദ്ധ ബൈബിളിൽ നമ്മളൊന്നും പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തില് വളരെ മനോഹരമായ ഒരു ഭാഗം, അത് ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഭാഗം. ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ ഛായയിൽ അവനെ ദൈവം സൃഷ്ടിച്ചു. 3-ാമത്തെ സെന്റൻസ് പറയുന്നു, ദൈവം സ്ത്രീയും പുരുഷനുമായിട്ട് അവരെ സൃഷ്ടിച്ചു. ഈ 3 സെന്റൻസ് വളരെ ആഴത്തിൽ നമ്മൾ അനുഭവിച്ചു വാങ്ങിക്കേണ്ടത്. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ അവൻ തീരുമാനിച്ചത് തന്റെ ഛായയെ സൃഷ്ടിക്കാൻ. എന്നാൽ തന്റെ ഛായ എന്താണ് എന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ ഛായ, കരുണ, സ്നേഹം, ഇതൊക്കെ. ഈ ഛായയെ മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അവൻ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അപ്പോൾ സ്നേഹം കൊടുക്കാനായിട്ട് ത്രിത്വൈക ദൈവത്തിന്റെ മോഡലില് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ത്രിത്വത്തെ നമ്മൾ വിശദീകരിക്കുക സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊടുക്കുന്നവരാണ്, സ്നേഹം വാങ്ങിക്കുന്നവരാണ്. സ്നേഹം എന്ന ആ സത്ത, ഇത് 3 ചെയ്യുന്നതാണ് സ്നേഹം. വെറുതെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സ്നേഹമാകില്ല. സ്നേഹിക്കാൻ ഒരാൾ വേണം, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണം, അതിന്റെ മധ്യ സ്നേഹമുണ്ടാകും. ഇന്ന് പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസത്തിൽ ഓരോ ഭർത്താവും ഭാര്യയും വിവാഹ ദിവസത്തിന് പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി അനിലിന്റെ ഒരു തീരുമാനമില്ല, എല്ലാ തീരുമാനങ്ങളും ഡിബിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഡിബിനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തമായ ഒരു തീരുമാനമില്ല, പല തീരുമാനങ്ങളും അനിലിന്റേതും കൂടിയാണ്. ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഈ ദിവസത്തില് അപ്പമെടുക്കണം. അപ്പം എന്ന് പറയുന്നത് എന്താ? സ്വന്തം ജീവിതം തന്നെയാണ്. അതെടുത്ത് മുറിച്ച് കൊടുത്തുകൊണ്ട് പറയണം, ഇത് നിന്റേതാണ്, ഇനി എന്റേതല്ല, ഇത് നിന്റേതാണ് എന്നും പറയുമ്പോഴാണ് ഓരോ വിവാഹവും അനുഭവമായി തീരുക. എന്ന് പറഞ്ഞാൽ ഇതാണ് സ്നേഹം. തമ്പുരാനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയില് അപ്പമെടുത്ത് ആശീർവദിച്ച് നമുക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ എന്റേതല്ല നിന്റേതാണ്, വാങ്ങി ഭക്ഷിക്കും. ഓരോ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഇത് പരസ്പരം വിവാഹ ജീവിതത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ വിവാഹ ജീവിതം സന്തോഷപ്രദമാണ്. അത് ദൈവത്തിന്റെ ഛായയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബമായി പലപ്പോഴും അങ്ങനെ ആകാറില്ല. നമ്മൾ പഠിക്കും. ഞാൻ കർണാടകയില് വർഷങ്ങളോളം സേവനം ചെയ്യുന്ന അവിടെ ഒരു നദി
കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന തുക വളരെ ഔഷധ ഗുണമുള്ള ജലമാണെന്നാണ് പറയുക. അങ്ങനെ കാട്ടിലൂടെ തെളിനീരായി ഒഴുകി വരുന്ന തുകയിൽ എന്നാൽ ഭദ്രാവതി എന്ന് പറയുന്ന ഏറ്റവും വലിയ വളരെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഭദ്രാനദി ഇതിൽ ഒഴുകി വരുന്നത്. അവിടെ നിന്ന് ഒഴുകി വരുന്ന അതിന്റെ മുകളിൽ ഒരു അണക്കെട്ട് കെട്ടിയിരിക്കുന്ന പിന്നെ ആ നദിയിൽ കൂടെ ഒഴുകി വരുന്നത് മുഴുവനും ഭദ്ര നദിയിലൂടെ മുഴുവനും വേസ്റ്റ് വാട്ടറാണ്. ഞാൻ പലപ്പോഴും ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൂടുന്ന കൂടലി സംഗമത്തിൽ പോയി ഇരുന്ന് വളരെ നന്നായിട്ട് അധ്യാനിക്കാറ് എന്ന് പറഞ്ഞാൽ പല കാലത്തും ചുമ്മായിരിക്കും വളരെ നല്ല സ്ഥലമാണ്, ചിന്തിക്കാനും ധ്യാനിക്കാനും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എന്റെ ചിന്തയിൽ വന്ന വളരെ മനോഹരമായ ഒരു ചിന്തയുണ്ട്. ഞാൻ പലപ്പോഴും വിവാഹ ജീവിതത്തിന്റെ ഈ കടക്കുന്ന അവസരത്തിൽ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഈ തുങ്കയിൽ നിന്ന് വരുന്ന നല്ല തെളിനീരും ഭദ്രയിൽ നിന്ന് വരുന്ന കറുത്ത നീരും കൂടി ഒന്നിച്ചു ചേർന്ന് തുങ്കഭദ്രയായി ഒഴുകാൻ തുടങ്ങുമ്പോൾ കുറേ ദൂരം അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭാഗം കറുത്തതും മറ്റൊരു ഭാഗം വളരെ തെളിനീരായിട്ട് പോകുന്നത്. കുറച്ചെത്തി കഴിയുമ്പോഴോ അത് യാതൊരു കലക്കവുമില്ലാത്ത നല്ല തെളിനീരായിട്ട് വീണ്ടും ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മനുഷ്യ ജീവിതം എങ്ങനെയാണ്? നമ്മൾ പരസ്പരം പഴിക്കുമ്പോൾ ആരെയും പഴിച്ചാറില്ല. നന്മയോട് ചേരുമ്പോൾ ഇപ്പോൾ ദിവിന് അനിലിനോടും അനിൽ ദിവിനോടും ചേരുമ്പോൾ കുറെ ഒഴുകി കഴിയുമ്പോൾ നന്മയാകുന്ന ദിവിനിലേക്ക് അല്ലെങ്കിൽ നന്മയാകുന്ന അനിലിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ പിന്നെ തിന്മയോട് ഇല്ലാതാകും. അത് എന്തുകൊണ്ടാണ് സാധിക്കുക? സ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് വിശുദ്ധ കുർബാനയായി തീരുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. എടുത്ത് ആശീർവദിച്ച് മുറിച്ച് കൊടുക്കാൻ ജീവിതത്തിന്റെ ഓരോ ദിവസവും തയ്യാറാകുമ്പോൾ ജീവിതം സന്തോഷമായി തീരും, ആനന്ദമുള്ളതായി തീരും. അതാണ് നിങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞ് ഉറപ്പിക്കാൻ പോകുന്നത്, പ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇനി മുതൽ ഞങ്ങളെ തന്നെ എടുത്ത് ഏൽപ്പിച്ചു കൊടുത്ത് മുറിച്ച് പരസ്പരം കൊടുത്ത് സന്തോഷമായി തീരും. എത്ര മനോഹരമായ ജീവിതമാണ്. കുര്യൻ ജോസഫ് സാറിന് അദ്ദേഹത്തോട് ഒരു ജഡ്ജിമാരുടെ ഒരു മീറ്റിംഗ് സമ്മേളനത്തില് അദ്ദേഹം ഒരു ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തോട് അല്ലെങ്കിൽ ജഡ്ജിമാരോട് എല്ലാവരും ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തില് ഏറ്റവും സന്തോഷപ്രദമായ ദിവസം അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ ഒരു സംഭവം ഏതാണ് പറയാൻ പറഞ്ഞപ്പോൾ ഒത്തിരി ജഡ്ജിമാരും ഏറ്റവും ആദ്യത്തെ കുഞ്ഞുണ്ടായ നിമിഷം അതെനിക്ക് ഏറ്റവും സന്തോഷപ്രദമായിരുന്നു, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കിട്ടിയ സമയം ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായി. എന്നാൽ കുര്യൻ ജോസഫ് സാറിനെ എടുത്തപ്പോൾ സാറിന് പ്രകാരമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായ നിമിഷം ഏതാണെന്ന് വെച്ചാൽ അത് എന്റെ വിവാഹത്തിന്റെ നിമിഷം. താലിയെടുത്ത് ഞാൻ എന്റെ ഭാര്യയെ താലി കൊണ്ട് താലി ചാർത്തിയപ്പോൾ എനിക്ക് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും സന്തോഷമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്കങ്ങനെ പറയാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും ജൂബിലി ആഘോഷിക്കാനായിട്ട് പല ദമ്പതിമാരുടെയും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ജൂബിലി അവസരത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഞാനൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ഷോൾ കൊണ്ടുപോയിട്ട് ഞാൻ അവരെ പുതപ്പിക്കും. എന്നിട്ട് ചോദിക്കുകയും ഇന്നും ഒരു പുതപ്പിനെ ഉള്ളിൽ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് 25 വർഷവും കഴിയുമ്പോൾ സാധിക്കുന്നുണ്ടോ? ഒരു പുതപ്പിനുള്ളിൽ ഇരുന്ന് സ്നേഹത്തോടെ ചേർന്നിരുന്ന് സന്തോഷമാണ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അത് മറ്റൊരു ഉദാഹരണത്തിലുണ്ട്. ഞാനൊരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഏകദേശം ഒരു 10 വിവാഹം കഴിഞ്ഞിട്ട് 32 വർഷം കഴിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ 40 വർഷം കഴിഞ്ഞു. അപ്പൊ ചേട്ടത്തി ഇങ്ങനെ ഒരേ സീറ്റിലിരിക്കുക. അപ്പൊ ചേട്ടനിങ്ങനെ കുറച്ച് അടുത്തെടുത്തിരുന്ന് ചോദിക്കുകയാണ്,
അപ്പോഴത്തേക്ക് ചിന്ത മാറിയില്ല, എനിക്ക് മാറിയില്ല എന്നാലും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സാർ? അപ്പൊ പല കാര്യങ്ങളും പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായ സമയത്തേക്കാണ് ജീവിതം വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം. അത് സന്തോഷപ്രദമാക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നിങ്ങൾ അറിയണം, ദൈവവചനം എന്താണെന്ന് അറിയണം. ദൈവവചനം പറയുന്നു പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ഒഴിച്ചു കൊടുക്കാൻ. വിശുദ്ധ കുർബാനയാണ്, വിശുദ്ധ കുർബാനയാണ്, എപ്പോഴും വിശുദ്ധ കുർബാന അനുഭവമായി തീരുന്നില്ല. അതിന് കാരണം എത്രയേ ഉള്ളൂ, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല, ഞാൻ എടുക്കാൻ തയ്യാറാകുന്നില്ല, മുറിക്കാൻ തയ്യാറാകുന്നില്ല, കൊടുക്കാൻ തയ്യാറാകുന്നില്ല, കൊടുത്താൽ ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല. ഓരോ വിശുദ്ധ കുർബാനയെ അനുസരിച്ച് പോകുകയാണെങ്കിൽ തീർച്ചയായും ജീവിതം വളരെ മനോഹരമായി തീരും. മാത്രമല്ല ഇവിടുത്തെ ഫ്രാൻസിസ് പാപ്പ പറയാറുണ്ട്, 3 കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഒരു 3 മന്ത്രം ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം നന്നാവുമെന്നാണ് മാർപ്പാപ്പ പറയുക. കുടുംബജീവിതം പറയുക മാർപ്പാപ്പ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പരസ്പരം ഒന്നിച്ചായിരിക്കുമ്പോൾ നന്നായി എന്ന് പറയാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്റെ ഭർത്താവിനോട് കറി നന്നായി, നീ ചെയ്തത് നന്നായി എപ്പോഴും പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ നന്നായി പറയാനായിട്ട് എപ്പോഴും നന്നായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. എപ്പോഴും നന്നായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. മുപ്പിച്ച് കൂടുതലായി അല്ലെങ്കിൽ പറഞ്ഞതിന് കട്ടികൂടിയായിരിക്കും എല്ലാവരും നന്നായിരിക്കും എന്ന് പറയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം താങ്ക് യു, നന്ദി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വ്യക്തിയോട് നന്ദി എന്ന് പറയുന്ന കാര്യം താല്പര്യമായിരിക്കുന്നത് അവരോട് നന്ദി പറഞ്ഞത് പലർക്കാരോട് വരുമ്പോൾ പറയുകയാണ്. ഏത് കാര്യത്തിലും ഒരു കുഞ്ഞിൽ പോലും നല്ലത് ചെയ്യാൻ നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ വെല്ലുവിളിക്കാരും പഠിക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് പഠിക്കുന്നത്. അവർ എന്ത് കാര്യം കൊടുത്താലും നന്ദി പറയും. ഇന്ത്യക്കാർക്കും കേരളക്കാർക്കും ഏറ്റവും കുറവുള്ള കാര്യമാണ് ഒരു നന്ദി എന്ന് പറയുന്നത്. നന്ദി തന്നത് നന്ദി പോലും ചെയ്തുകൊണ്ട് പറയുമ്പോൾ അതെ അപ്പനെ ചെയ്തതാണ് അപ്പനാണെന്ന് പറയുക. അപ്പൊ ജീവിതത്തിന്റെ നന്ദി എന്ന് പറയാൻ പഠിക്കുക, നന്നായിരിക്കുന്നു എന്ന് പറയാൻ പഠിക്കുക. മൂന്നാമത്തെ മന്ത്രത്തിലേ ഉള്ളൂ സോറി ഉള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞത് സോറി അത് വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയത് ദിവസം വൈകുന്നേരം എന്തിന് ടീച്ചറുപോലെ തട്ടിമുട്ടിയിരിക്കുന്നത് പോലെ ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് സോറി എന്ന് പറയാനായിട്ട് എന്താ ബുദ്ധിമുട്ട്? ഈ 12 സ്ത്രീകളാണ് ആരോഗ്യ ശുശ്രൂഷയുടെ കഴിഞ്ഞ ദിവസം ഒരു ആരോഗ്യ ശുശ്രൂഷ നടത്തിയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ പറയാണ്, 12 സ്ത്രീകളാണ് നേർച്ചയാണ് നടത്താമെന്നായിരുന്നു. ഞാൻ പറഞ്ഞു. അപ്പൊ ഒന്നിച്ച് താഴാനായിട്ട് നമുക്ക് സാധിക്കാത്ത അവസ്ഥ. സോറി പറയാനായിട്ട് സാധിക്കുക, ജീവിതത്തില് സോറി പറയാനായിട്ട് പറ്റണം. സ്വറ പറയാൻ പറ്റും, സോറി പറയാൻ പറ്റില്ല. ജീവിതത്തില് നന്നായിരിക്കുന്നു പറയാൻ പഠിക്കുക, നന്ദി പറയാൻ പഠിക്കുക. അതുപോലെ തന്നെ ജീവിതത്തില് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാൻ പഠിക്കുക. കുടുംബജീവിതം മനോഹരമായിരിക്കും. ഇനിയും 25 വർഷം കഴിയുകയല്ല, 50 വർഷം കഴിയുമ്പോൾ ഒരേ പുതപ്പിന് ഉള്ളിലിരുന്ന് കുശലം പറഞ്ഞ് സ്നേഹത്തോടെ സ്നേഹം പങ്കിടാനായിട്ട് സ്നേഹം പറയുന്നത് പകർന്നിരിക്കുന്ന പോലെ ജീവിതത്തിലെ മനസ്സിലെ പരസ്പരം കൊടുക്കാനായിട്ട് സാധിക്കുന്ന അവസ്ഥ. അത് ജീവിത അവസാനം വരെ കൊടുക്കാൻ സാധിക്കണം. അതിന് ചെയ്യുന്നത് വിശുദ്ധ കുർബാനയായി തീരാൻ സാധിക്കട്ടെ. കല്യാണത്തിൽ വെച്ച് തന്റെ
ഈ മന്ദിരത്തോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പര സ്നേഹവും വഴി എന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിരമണവാടിയെ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ചേർക്കാവേ. ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങളുടെ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിന് അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും പ്രദർശനയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. Yeah.
I think
105 is a number that comes to my head when I think of all the years I wanna be with you. Wake up every morning with you in my bed. That's precisely what I plan to do. And you know one of these days when I get my money right, buy you everything and show you all the finer things in life. We'll forever be in love, so there ain't no need to rush. But one day I won't be able to ask you loud enough. I'll say, will you marry me? I swear that I will mean it. I'll say, will you marry me? Got me singing, whoa, 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 whoa. Oh yeah. How many girls in the world can make me feel like this? Baby, I don't ever plan to find out. The more I look, the more I find the reasons why you're the love of my life. And you know one of these days when I get my money right, buy you everything. So there ain't no need to rush. One day I won't be able to ask you loud enough. I'll say, will you marry me? I swear that I will mean it. I'll say, will you marry me? And if I lost everything in my heart, it means nothing, 'cause I have you. Girl, I have you. So get right down on bending knee. Nothing else would ever be better, better. The day when I say, will you marry me? I swear that I will mean it. I'll say, will you marry me? I'll say, will you marry? I'll get down on one knee. I swear that I will mean it. I'll say, will you marry? Just say I do, baby. You got me singing. Whoa, whoa. They got me singing. Whoa, whoa. Would you marry me, baby? Whoa, whoa. Whoa, whoa. Hey, whoa, whoa. 105 is a number that comes to my head when I think of all the years I wanna be with you. What are we fighting for? Seems like we do it just for fun. In this stupid war, we play hard with our plastic guns. Breathe deep, bottle it up. So deep until it's all we got. Don't speak, just use your touch. Don't speak before we say too much. You hate me now, and I feel the same way. You love me now, and I feel the same way. Scream and we shout, and make up the same day, same day. Oh, we're on the right side of rock bottom, and I hope that we keep falling. We're on the good side of bad karma, 'cause we keep on coming back for more. We're on the right side of rock bottom, and to you I just keep crawling. You're the best kind of bad something, 'cause we keep on coming back for more. You get under my skin more than anyone's ever been. But when we lay in bed, you hold me harder till I forget that You hate me now, and I feel the same way. You love me now, and I feel the same way. Scream and we shout, make up the same day, same day. Oh, we're on the right side of rock bottom, and I hope that we keep falling. We're on the good side of bad karma, 'cause we keep on
stupid war. We play hard with a plastic gun. We're on the right side of rock bottom, and I hope that we keep falling. We're on the good side of bad karma, 'cause we keep on coming back for more. We're on the right side of rock bottom, and to you I just keep crawling. You're the best kind of bad something, 'cause we keep on coming back for more. Keep on coming back for more, 'cause we keep on coming back for more. Keep on coming back for more, 'cause we keep on coming back for more. Your picture perfect blue, sunbathing on the moon, stars shining as your bones illuminate. First kiss just like a drug, under your influence. It's hit me over, you're the magic in my veins. This must be love. Boom, clap, sound in my heart, the beat goes on and on and on and on. And boom, clap, you make me feel good. Come on to me now. Boom, clap, sound in my heart, the beat goes on and on and on and on. And boom, clap, you make me feel good. Come on to me now. No silver or no gold could dress me up so good. You're the glitter in the darkness of my world. Just tell me what to do, I'll fall right into you. Going under 'cause the spell, just say the word. I feel your love. Boom, clap, the sound in my heart, the beat goes on and on and on and on. And boom, clap, you make me feel good. Come on to me now. Boom, clap, the sound in my heart, the beat goes on and on and on and on. And boom, clap, you make me feel good. Come on to me now. You are the light and I will follow. You
You're insecure, don't know what for. You're turning heads when you walk through the door. Don't need makeup to cover up. Being the way that you are is enough. Everyone else in the room can see it. Everyone else but you. Baby, you light up my world like nobody else. The way that you flip your hair gets me overwhelmed. But when you smile at the ground, it ain't hard to tell. You don't know, you don't know you're beautiful. If only you saw what I can see, you'll understand why I want you so desperately. Right now I'm looking at you and I can't believe you don't know, you don't know you're beautiful. That's what makes you beautiful. So come on, you got it wrong. To prove I'm right, I put it in a song. I don't know why you're being shy and turn away when I look into your eyes. Everyone else in the room can see it. Everyone else but you. Baby, you light up my world like nobody else. The way that you flip your hair gets me overwhelmed. But when you smile at the ground, it ain't hard to tell. You don't know, you don't know you're beautiful. If only you saw what I can see, you'll understand why I want you so desperately. Right now I'm looking at you and I can't believe you don't know, you don't know you're beautiful. That's what makes you beautiful. Baby, you light up my world like nobody else. The way that you flip your hair gets me overwhelmed. But when you smile at the ground, it ain't hard to tell. You don't know you're beautiful. Baby, you light up my world like nobody else. The way that you flip your hair gets me overwhelmed. But when you smile at the ground, it ain't hard to tell. You don't know, you don't know you're beautiful. If only you saw what I can see, you'll understand why I want you so desperately. Right now I'm looking at you and I can't believe you don't know, you don't know you're beautiful. You don't know you're beautiful. That's what makes you beautiful. അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഇവർ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഇവരിൽ സദാ വളർത്തണമേ. ഇവർ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഇവർ ആഗ്രഹിക്കുന്നു. ഇവരുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഇവരുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പ് വിളിക്കുകയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. നമ്മുടെ കർത്താവായ യേശുവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി
മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. മനസ്സങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. I was thinking about her, thinking about me, thinking about us, what we gon' be. Open my eyes, it was only just a dream. So I traveled back down that road. Will she come back? No one knows. I realized it was only just a dream. Let me tell you about a girl who changed my world. I don't know just how she's doing there. She's on my mind, she's taking my time. I'm losing my way, but now she's bringing me back. She's my iPod, I got her on replay. I love the way she lies and she making me wanna say the DJ got us falling in love. We like dynamite and I just can't get enough. What goes up must come down. Now baby, you're not around. I'm laying all alone in the middle of the night. I was thinking about her, thinking about me, thinking about us, what we gon' be. Open my eyes, it was only just a dream. So I traveled back down that road. Will she come back? No one knows. I realized it was only just a dream.